ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയമായി പ്രഭാത ജാഗരണ ശുശ്രൂഷയെ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവമുൻപാകെ അത് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വായിച്ചറിയുവാനായിട്ടുള്ളത് അത്ര നിഗൂഢമല്ല. അതിലെ മനഃപാഠവാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 2:7. ഇവിടെ ഒരു ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തുകയാണ്. മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370 2014 മാർച്ച് 8 മുതൽ കാണാതെയായി. അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ചെലവേറിയ തിരച്ചിൽ മലേഷ്യൻ സർക്കാർ ഒടുവിൽ ഉപേക്ഷിച്ചു. ഈ തിരോധാനം ഏറ്റവും അറിയപ്പെടുന്ന ആധുനിക രഹസ്യങ്ങളിൽ ഒന്നാണ്. എന്നിരുന്നാലും നിഗൂഢത എന്ന് പറയുന്ന ഒരു പദം അവിടെ ചേർത്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൽ സംഭവിക്കുന്ന സകല സംഭവ വികാസങ്ങൾക്കും ഒരു നിഗൂഢതയുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നതായി കാണുവാൻ സാധിക്കും. ആ നിഗൂഢതകൾ ഉടലെടുക്കുമ്പോൾ തന്നെ അനേകമായ വൈരുദ്ധ്യതകളും അതിനോടൊപ്പം ചേർന്നു വരുന്നതായി കാണുവാൻ സാധിക്കും. ഇന്ന് നാം വായിച്ച് അറിയുന്നതായ ഭാഗം എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള പൗലൂസിന്റെ വിശദീകരണം ഏറ്റവും വ്യക്തമായ ഒന്നാണ്. തന്റെ അനുഗാമികൾക്കുള്ള ദൈവത്തിന്റെ പ്രതിഫലത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലൂസ് പ്രസ്താവിച്ചു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. 1 കൊരിന്ത്യർ 2:10. അധ്യായത്തിന് മുൻപ് അദ്ദേഹം മർമ്മം എന്ന് വിളിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു ഉദാഹരണമാണിത്. എന്നാൽ പിന്നീട് അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടായി വിശദീകരിക്കുന്നു. ദൗർഭാഗ്യവശാൽ ദൈവത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു വസ്തുത തന്നെയാണ്. ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ മർമ്മങ്ങളായി വിവേചിച്ചിരിക്കുന്നതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്റെ ഹിതത്തിനായി ഓരോന്നിനെയും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ വൈരുദ്ധ്യതകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നിഗൂഢതകൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ താതാത്മ്യതയെ അല്ലെങ്കിൽ ആ ഒരു ഈടുറ്റതായ ബന്ധത്തെ അതിനെ ശരിയായ നിലയിൽ പരീക്ഷിക്കുവാനായിട്ടുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറയുന്നത്, ഈ മർമ്മങ്ങൾ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയുമെന്ന് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും പൗലൂസിനെ സംബന്ധിച്ചിടത്തോളവും സംസാരിച്ച് ഈ മർമ്മങ്ങൾ അജ്ഞാതമായിരുന്നു. കാരണം ദൈവാത്മാവിനാൽ പ്രേരിതനായ വ്യക്തിയുടെ ഭാഷ കേൾക്കുന്നവർക്ക് അറിവില്ലായിരുന്നു. എല്ലാവരുടെയും പ്രയോജനത്തിനായി പ്രസംഗത്തിന്റെ സന്ദേശം വ്യാഖ്യാനിക്കാൻ ആർക്കെങ്കിലും കഴിയുമ്പോഴാണ് അന്യഭാഷ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെ അഥവാ സഭയെ പ്രയോജനകരമായ രീതിയിൽ സഹായിക്കുകയുള്ളൂ. ഇത് പ്രയോഗത്തിൽ വരുത്തുക, നിങ്ങൾ ഉപേക്ഷിച്ച ഒരു ആത്മീയ പദ്ധതി പുനരാരംഭിക്കുക. വേദപുസ്തകം ശരിയായ നിലയിൽ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്യഭാഷയെക്കുറിച്ച് വേദപുസ്തകം സംസാരിക്കുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. ഈ നിഗൂഢതകളെയൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കടമയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ ശരിയായ നിലയിൽ വിലയിരുത്തുന്ന ഏതൊരു വ്യക്തിക്കും മാത്രമേ
അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവം വസ്തുതകളെ വിലയിരുത്തുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കാര്യങ്ങളുടെ യാഥാസ്ഥിതികതയെ തിരിച്ചറിയുവാൻ കൊണ്ട് സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് ഇന്ന് പ്രഭാതം ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ദൈവമക്കളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ അറിവിനപ്പുറമായി വസ്തുതകളെ വസ്തുനിഷ്ഠമായി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഗൂഢ മനോഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വസ്തുതകളെ വസ്തുനിഷ്ഠമായി തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയെ ഞങ്ങളെ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നുപോയതായ വൈരുദ്ധ്യാത്മകമായ സാഹചര്യങ്ങളെ നിഗൂഢതകളെ മാറ്റിവിരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും പ്രയോഗമാക്കേണ്ടത് അല്ലെങ്കിൽ മാതൃകയാക്കേണ്ടതായ ഒരു വസ്തുതയാണ്. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവ വിട്ടോടി. അപ്പോൾ നമ്മൾ ചിലതിനെയൊക്കെ ഓടേണ്ടിയിരിക്കുന്നു, നിഗൂഢ ഭാവങ്ങളെ മാറ്റേണ്ടിയിരിക്കുന്നു, ദൈവമായിട്ടുള്ളതായ ഒരു താതാത്മ്യത പ്രാപിക്കേണ്ടിയിരിക്കുന്നു, ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം ആചരിക്കേണ്ടതായിരിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ നിഗൂഢതകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവദത്തമായി ദൈവഹിതത്തിനൊത്തവണ്ണം കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് അത് ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അത് തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദിയൽ ബിബിൻ ഇരുവിപ്പേരൂർ സഭയുടെ അംഗമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിസ്തുലനും സ്നേഹവാനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തില് പ്രിയപ്പെട്ട സഹോദരൻ അബ്ദിയൽ ബിബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവേ, അദ്ദേഹത്തിന്റെ ജന്മദിനം അനുസ്മരിക്കുന്ന ഈ നല്ല നിമിഷത്തില് ദൈവം ഇന്നുവരെ കൊടുത്തതായ അദ്ദേഹത്തിന്റെ നല്ല നാളുകളെ ഓർത്ത് നന്ദി പറയുവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമായി തീരുവാൻ സഹായിക്കണമേ. വയനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവനുകളുണ്ടപ്പ, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അഭിസംബോധിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.